ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്നാക്ക് റെസിപ്പി ഒന്നും ആയിട്ടല്ല. ഇന്നത്തെ ഐറ്റം എന്ന് പറയുന്നത് ചെമ്മീനും മാങ്ങ ഇട്ടിട്ടുള്ള കറിയാണ്. അപ്പോൾ എല്ലാ ദിവസവും ഡയറ്റ് എടുക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്യുമെങ്കിലും ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി കഴിയുമ്പോൾ ഉണ്ടല്ലോ ശരിക്കും കൺട്രോൾ പോകും. ഇതെൻ്റെ ഫ്രണ്ട് നാട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ടുള്ള ഒരു കറിയാണ്. അതിന് കുറച്ച് ചെമ്മീനും അതുപോലെ തന്നെ ചെറിയുള്ളിയും ഇഞ്ചിയും ആവശ്യമുണ്ട്. പിന്നെ അത് നമ്മൾ ചതച്ചെടുക്കും കേട്ടോ. പിന്നെ ആവശ്യമുള്ളത് തേങ്ങയാണ്. തേങ്ങയുടെ പാലാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ മെയിൻ നമ്മുടെ മാങ്ങയും ഇതിനാവശ്യമുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ട് തേങ്ങ മിക്സിയിലിട്ട് കൊടുക്കുക. ഇതിലേക്ക് തിക്ക് തേങ്ങാപ്പാലല്ല ആവശ്യമുള്ളത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ലൂസാക്കിയിട്ട് തന്നെ എടുക്കുക. കാരണം ഈ ഒരു കറി ഫുള്ളും കുക്കാവുന്നത് ഈ തേങ്ങാപ്പാലിൽ വെച്ചിട്ടാണ്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ അത്യാവശ്യം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് തന്നെ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആ ചെറിയുള്ളി ഇഞ്ചി ഉണ്ടല്ലോ അതും ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ശരിക്കും മാങ്ങ കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് അറിയില്ല. എന്തായാലും ഈ ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ ആ ഇഞ്ചിയും ചെറിയുള്ളിയും ചതച്ചതുണ്ടല്ലോ അതിട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് സമയം വഴറ്റി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെയാണ് ഈ ഒരു കറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. സ്പൈസസ് ഇട്ടിട്ടാണെങ്കിലും അതെ, നമ്മൾ കുറേ നേരം ഇളക്കിക്കൊണ്ടിരിക്കുകയൊന്നും വേണ്ട. അപ്പോൾ സ്പൈസസ് ആയിട്ട് വെറും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ആവശ്യമായിട്ട് വരുന്നുള്ളൂ. കാശ്മീരി ചില്ലി ആണെങ്കിൽ നല്ലൊരു കളറും കിട്ടും കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടതിന് ശേഷം ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് മിക്സ് ആവുന്ന രീതിയിലൊന്ന് ഇളക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ ആ ഒരു തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൽ കിടന്നത് തിളക്കുമ്പോൾ തന്നെ അതെല്ലാതും നല്ലോണം കുക്കായി വരും. ഇഞ്ചിയും അതിൻ്റെ പച്ചമണമൊക്കെ മാറിപ്പോവും, സ്പൈസസ് എല്ലാം മാറും. അതുകൊണ്ടാണ് ആദ്യം കുറേ നേരം വഴറ്റിക്കൊണ്ടിരിക്കേണ്ടതെന്ന് പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് തിളച്ച് കിട്ടണം. അതിനുശേഷമാണ് നമ്മളിതിൻ്റെ ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ പച്ചമാങ്ങയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇനി ഇത് നമുക്ക് കിട്ടിയിട്ടുള്ളത് വെച്ചിട്ട് കുറച്ച് ഉപ്പും മുളകും ഇട്ടിട്ട് കഴിക്കണം. പിന്നെ കുറച്ച് ചെമ്മീൻ വെച്ചിട്ട് ചമ്മന്തി അരക്കണം. അങ്ങനെ കുറേ പ്ലാൻ ഉണ്ട്. ഏതായാലും ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആ ഒരു ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീൻ്റെ കൂടെ തന്നെ മാങ്ങ ഇടേണ്ട ആവശ്യമില്ല. കാരണം മാങ്ങ പെട്ടെന്ന് തന്നെ കുക്കായി വരുമല്ലോ. അതുകൊണ്ട് നമുക്ക് ലാസ്റ്റ് അത്യാവശ്യം ആ ഒരു ഗ്രേവി ടൈപ്പ് ആവുമ്പോൾ മാത്രം മാങ്ങ ഇട്ട് കൊടുത്താൽ മതി. അപ്പം ചെമ്മീൻ കുക്കായി വരുന്നവരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ അതാ നമ്മുടെ ചെമ്മീനൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. മാത്രമല്ല ആ ഒരു ഗ്രേവി ടൈപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ മാങ്ങയും കൂടി ഒന്ന് കുക്കായി കിട്ടിയാൽ മതി കേട്ടോ. അതിന് ഒരുപാട് ടൈമൊന്നും വേണ്ട. ഒരു 2-3 മിനിറ്റ്സ് ആകുമ്പോഴേക്കും തന്നെ ആ മാങ്ങയും കുക്കായി കിട്ടും. ഇവിടെ കണ്ടോ, ഇതിൻ്റെ ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന് ഫൈനൽ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ചെറിയുള്ളിയും കൂടെ എടുത്തിട്ടൊന്ന് മൂപ്പിച്ച് ഒഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മാത്രമല്ല ഇതിൻ്റെ കൂടെ കറിവേപ്പിലും കൂടെ ചേർക്കണം കേട്ടോ. അപ്പോഴാണ് ഒരു കറക്റ്റ് ടേസ്റ്റ് വരുള്ളൂ. പക്ഷേ നാട്ടിലാണെങ്കിൽ ഇപ്പോൾ നമുക്ക് മുറ്റത്ത് പോയിട്ട് എടുത്തുകൊണ്ട് വരാം. ഞാനാണെങ്കിൽ ഈ വീക്കെൻഡിൽ കറിവേപ്പില വാങ്ങിക്കാൻ മറന്നു. ഇനിയിപ്പോൾ ഞാനത് നെക്സ്റ്റ് വീക്കെൻഡേ വാങ്ങിക്കുള്ളൂ. അപ്പോൾ എടുത്തിട്ടുള്ള ചെറിയുള്ളിയും പച്ചമുളകും മാത്രമായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്തത്. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഒരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ കറി ഇവിടെ റെഡിയായി. ഇപ്പോൾ ഞാൻ ഫൈനലായിട്ട് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കും കൂടെ ചെയ്തു കേട്ടോ. ഈ കറി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്ക് ഇവിടെ നിന്ന് 1-2 വാങ്ങിക്കും കേട്ടോ. പക്ഷെ നാട്ടിലെ മാങ്ങ കിട്ടി ഉണ്ടാക്കിയപ്പോൾ എന്തോ ഭയങ്കര സന്തോഷമായി. നാദിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. നാട്ടിലെ സീസൺ ഇപ്പോഴും കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.